ഹായ്, നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന വിഷയം CBSE കുട്ടികളുടെ പരീക്ഷയെക്കുറിച്ചാണ്. അവരെങ്ങനെയാണ് ഓരോ പാഠഭാഗങ്ങളും പഠിക്കുന്നത്? ആ പഠിക്കുന്നതിൽ നമുക്കൊരു അടുക്കും ചിട്ടയും കൊണ്ടുവരാൻ സാധിച്ചാൽ അവരുടെ ഇപ്പോഴത്തെ വളരെ ബുദ്ധിമുട്ടുള്ള ആപ്ലിക്കേഷൻ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസിനെ ആൻസർ ചെയ്യാനുള്ള കപ്പാസിറ്റി അവർക്ക് വരില്ലേ? അപ്പോൾ അതിനൊരു ട്രിക്ക് വേണം അല്ലേ? എങ്ങനെയാണ് അവർ പഠിക്കേണ്ടത്? അല്ലെങ്കിൽ അതിൻ്റെ ഒരു ട്രിക്ക് എന്നുള്ളതിനുപരി അവിടെ ഉപയോഗിക്കാവുന്ന പറ്റുന്ന വേർഡ് സിസ്റ്റം എന്നുള്ളതാണ്. ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് വളരെ സയന്റിഫിക് ആയിട്ട് പഠിക്കണം. എങ്കിൽ മാത്രമാണ് അവരുടെ പാഠഭാഗത്തിൽ നിന്ന് വരുന്ന ആപ്ലിക്കേഷൻ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് അവർക്ക് ആൻസർ ചെയ്യാൻ സാധിക്കുള്ളൂ. സോ അതിനുവേണ്ടി നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട സ്റ്റെപ്പ് അണ്ടർസ്റ്റാൻഡ് ദ കോൺസെപ്റ്റ് ഫസ്റ്റ്. അതായത് ഒരു പാഠഭാഗത്തിലെ കോൺസെപ്റ്റിനെ മനസ്സിലാക്കുകയാണ് വേണ്ടത്. ആ ഡെഫിനിഷൻ മഗ് ചെയ്ത് കാണാണ്ട് പഠിക്കുകയല്ല വേണ്ടത്. എന്ന് പറഞ്ഞാൽ ഒരു കോൺസെപ്റ്റ് എടുത്തിട്ട് വൈ ഡസ് ദിസ് ഹാപ്പൻ ആൻഡ് ഹൗ ഡസ് ഇറ്റ്സ് വർക്ക് ഇൻ റിയൽ ലൈഫ് എന്ന് ആലോചിക്കുകയാണ് വേണ്ടത്. എങ്ങനെയാണ് അത് റിയൽ ലൈഫിൽ വർക്ക് ചെയ്യുന്നത്, ആ കോൺസെപ്റ്റ് എന്താണ്, എന്തുകൊണ്ടാണ് എന്ന് മനസ്സിലാക്കുകയാണ് വേണ്ടത്. ഈ രണ്ട് കാര്യം മനസ്സിലാക്കിക്കൊണ്ട് ആ കോൺസെപ്റ്റിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുകയാണെങ്കിൽ, ഗ്രഹിക്കുകയാണെങ്കിൽ നമുക്ക് വളരെ വ്യക്തതയോടുകൂടി ആ കോൺസെപ്റ്റ് കിട്ടും. അതായത് നമുക്ക് 10ാം ക്ലാസ്സിൽ ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഫിസിക്സ് ടെക്സ്റ്റ് ബുക്കിലെ റിഫ്ലക്ഷൻ റിഫ്രാക്ഷൻ എന്ന് പറഞ്ഞ ചാപ്റ്റർ ഉണ്ട് അല്ലേ? അതിൽ റിഫ്രാക്ഷൻ എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് ഉണ്ട്. ആ കോൺസെപ്റ്റിന്റെ ഡെഫിനേഷൻ മഗ് ചെയ്ത് കാണാണ്ട് പഠിക്കുകയല്ല വേണ്ടത്. അവിടെ എന്ത് ചെയ്യണം? നമുക്ക് ജസ്റ്റ് എക്സാമ്പിൾ നോക്കാം. അതായത് ഇപ്പോൾ ഒരു ട്രാൻസ്പെറൻ്റ് ആയ ഗ്ലാസ്സിൽ നമ്മളൊരു പെൻസിലോ അല്ലെങ്കിൽ ഒരു സ്പൂണോ വെച്ചു എന്നായിരിക്കും. അവിടെ ഒരു ബെൻഡ് കാണാനായിട്ട് സാധിക്കും ഇൻ റിയൽ ലൈഫ്. ആ ബെൻഡ് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാക്കുകയാണ് വേണ്ടത്. ആ മനസ്സിലാക്കലാണ് കോൺസെപ്റ്റ് അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയുന്നത്. നമ്മുടെ അടുത്ത സ്റ്റെപ്പ് പ്രാക്ടീസ് ദ ഹോട്ട് ക്വസ്റ്റ്യൻസ് എന്നുള്ളതാണ്. അതായത് രണ്ടാമത്തെ സ്റ്റെപ്പ്. ഈ സ്റ്റെപ്പിൽ നമ്മൾ എന്ത് ചെയ്യണം? ആ ചാപ്റ്ററിന്റെ ഓരോ കോൺസെപ്റ്റും മനസ്സിലാക്കിയ നമ്മൾ ആ കോൺസെപ്റ്റുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ചെയ്യണം. ഒന്നാമത്തെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ബാക്കിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. വളരെ നല്ല ക്വസ്റ്റ്യൻസ് ആണ്. ആ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാം. ഓക്കെ, അതൊരു ബേസിക് ലെവൽ ക്വസ്റ്റ്യൻസ് ആണ്. രണ്ടാമത് നമുക്ക് NCERT പ്രൊവൈഡ് ചെയ്യുന്ന എക്സംപ്ലർ എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട്. അതൊരു PDF നമുക്ക് ഒഫീഷ്യൽ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. ആ എക്സംപ്ലറിൽ വരുന്ന ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യാം. പിന്നീട് നമുക്ക് എവിടെ നിന്നൊക്കെയാണോ നമുക്ക് അഡീഷണൽ ക്വസ്റ്റ്യൻസ്, എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് അവൈലബിൾ ആവുന്നത് അത് മുഴുവൻ ചെയ്യുക എന്നുള്ളതാണ്. അതായത് കുറെ സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പല പല സൈറ്റിൽ നിന്നും നമുക്ക് അവൈലബിൾ ആണ്. ഫ്രീ ആയിട്ട് അവൈലബിൾ ആയതുണ്ട്, സബ്സ്ക്രിപ്ഷൻ എടുത്ത് നമ്മൾ വാങ്ങേണ്ടതായിട്ടുള്ളതുണ്ട്. ഫ്രീ ആയിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമുക്ക് അവൈലബിൾ ആണ്. ആ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എല്ലാം തന്നെ സ്വന്തമായി ചെയ്ത് നോക്കാം. അതായത് ആൻസേഴ്സ് സ്വന്തമായി കണ്ടുപിടിക്കാൻ ശ്രമിക്കാം. അത് ആപ്ലിക്കേഷൻ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസിന് ഒരു ട്രെയിനിങ് ആയി മാറും. ക്വസ്റ്റ്യൻസ് ചെയ്യുന്നതിലൂടെയാണ് നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസിന്റെ മോഡും അതിന്റെ ഡിഫറെന്റ് തലങ്ങളും മനസ്സിലാക്കാൻ സാധിക്കുക. അത് സ്റ്റുഡൻസ് എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. മൂന്നാമത്തെ സ്റ്റെപ്പ് ബ്രേക്ക് ദ ക്വസ്റ്റ്യൻസ് ഇൻ ടു പാർട്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ എടുത്തു വെച്ച ഓരോ ചോദ്യങ്ങളുണ്ടല്ലോ, ആ ഓരോ ചോദ്യങ്ങളും കെയർഫുൾ ആയിട്ട് വായിക്കണം. അതിലെ കീവേഡ്സ് അണ്ടർലൈൻ ചെയ്യണം. എന്നിട്ട് ആ ക്വസ്റ്റ്യനോട് നമ്മൾ ചോദിക്കേണ്ട ചില ചോദ്യങ്ങളുണ്ട്. വാട്ട് ഈസ് ആസ്ക്ഡ്? ആ ചോദ്യം നമ്മളോട് ചോദിക്കുന്നത് എന്ത് കോൺസെപ്റ്റിനെ കുറിച്ചാണ്? രണ്ടാമത് വാട്ട് ഈസ് ഗിവൺ ഇൻഫോർമേഷൻ? ഗിവൺ ആയിട്ടുള്ള ഇൻഫോർമേഷൻ എന്തൊക്കെയാണ് ആ ചോദ്യത്തിൽ ഉള്ളത്? അതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം വാട്ട് ഷുഡ് ഐ കണക്ട്? ഈ റിയൽ ലൈഫും ഞാൻ ഏത് പാഠഭാഗത്തിലെ ഏത് കോൺസെപ്റ്റുമായിട്ടാണ് ഞാൻ കണക്ട് ചെയ്യേണ്ടത്? ഇത് മൂന്നും കൃത്യമായി കഴിഞ്ഞാൽ നമുക്ക് വളരെ ഭംഗിയായിട്ട് ആൻസർ എഴുതാൻ സാധിക്കും. അടുത്തത് നാലാമത്തെ സ്റ്റെപ്പ്. നമ്മൾ എവിടെ എത്തി നിൽക്കുന്നു? എങ്ങനെ ഉത്തരം എഴുതണം എന്നുള്ള അറിവിലേക്ക് എത്തി. ഇനി നമുക്ക് എഴുതി തുടങ്ങാം. എഴുതി തുടങ്ങുമ്പോൾ നമ്മൾ ആദ്യം എന്ത് എഴുതണം? വാട്ട് ദ കോൺസെപ്റ്റ് അല്ലേ? ആ കോൺസെപ്റ്റ് എന്താണ് അവിടെ ക്ലിയർ ആയിട്ട് നമുക്ക് അറിയാവുന്നത്. ആ ചോദ്യം ചോദിച്ചിരിക്കുന്ന ഏത് കോൺസെപ്റ്റുമായി ബന്ധപ്പെട്ടതാണ്, ആ കോൺസെപ്റ്റ്, ആ ഡെഫിനേഷൻ ക്ലിയർ ആയിട്ട് എഴുതി വയ്ക്കാം. അടുത്തത് അപ്ലൈ ടു ദ സിറ്റുവേഷൻ. അതായത് ലിങ്ക് ദ കോൺസെപ്റ്റ് ടു ദ സിറ്റുവേഷൻ. നമുക്ക് തന്നിരിക്കുന്ന ഒരു റിയൽ ടൈം ഒരു സിറ്റുവേഷൻ ഉണ്ടായിരിക്കുമല്ലോ, ആ സിറ്റുവേഷനുമായിട്ട് നമ്മുടെ കോൺസെപ്റ്റ് കണക്ട് ചെയ്തിട്ട് എഴുതുക. അതാണ് സെക്കൻഡ് പാരഗ്രാഫ്. ദെൻ തേർഡ് പാരഗ്രാഫ് കൺക്ലൂഡ് ക്ലിയർലി. അതായത് നമുക്ക് തന്നിരിക്കുന്ന സിറ്റുവേഷൻ ഉണ്ട്, ആ സിറ്റുവേഷനും കോൺസെപ്റ്റും വെച്ച് വളരെ സിമ്പിൾ വേർഡ്സിൽ 1-2 സെന്റൻസിൽ നമ്മൾ സിമ്പിൾ ആയിട്ട് അതൊന്ന് കൺക്ലൂഡ് ചെയ്ത് കൊടുക്കുക. ആൻസർ ഈസ് ഫിനിഷ്ഡ്. ഇത്രയും കഴിയുമ്പോൾ നമ്മളുടെ ഉത്തരം കൃത്യമായിട്ട് നമുക്ക് എഴുതാൻ സാധിച്ചു അല്ലേ? ഓക്കെ, ഇനി പരീക്ഷയ്ക്ക് വരുമ്പോൾ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം? ഒരു കോൺസെപ്റ്റിലെ
ഡയഗ്രംസോ അല്ലെങ്കിൽ എന്തെങ്കിലും ടേബിൾസ് ഒക്കെ വരയ്ക്കാനുണ്ടെങ്കിൽ അതൊക്കെ കൃത്യമായിട്ട് അവിടെ യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. പിന്നെ ടൈം ബൗണ്ടഡ് ആയിട്ട് നമുക്ക് ഉത്തരം എഴുതാൻ ശ്രമിക്കണം. അതായത് ഒരു ദിവസം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക, ഒരു 10 ക്വസ്റ്റ്യനോ 15 ക്വസ്റ്റ്യനോ ഒക്കെ വെച്ചിട്ട് പ്രാക്ടീസ് ചെയ്യുക. അതായത് ഒരു സബ്ജക്റ്റിൽ നിന്ന് മാത്രമല്ല കേട്ടോ, എല്ലാ സബ്ജക്റ്റും ഇപ്പോൾ 2-3 ക്വസ്റ്റ്യൻ വെച്ചിട്ടെങ്കിലും ഒരു സബ്ജക്റ്റിന്റെ ഡെയിലി പ്രാക്ടീസ് ചെയ്യുക. ടൈം ബൗണ്ട് ആയിട്ട് ഓരോ ക്വസ്റ്റ്യനും ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ഇതൊരു പ്രാക്ടീസ് ആണ്. ആ പ്രാക്ടീസിലൂടെയാണ്, ആ ട്രെയിനിങ് എടുത്തെടുത്താണ് നിങ്ങൾ എന്തിലേക്ക് എത്തേണ്ടത്, വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ആ ഉത്തരം എഴുതാനായിട്ട് സാധിക്കേണ്ടത്. പരീക്ഷയ്ക്ക് നമ്മൾ മിക്കതും നമുക്കുണ്ടാവുന്ന അനുഭവം നമുക്കറിയാം അല്ലേ? എന്താണ്, നമ്മൾ പരീക്ഷയ്ക്ക് പോയിരിക്കുന്ന സമയത്ത് പുതിയൊരു ചോദ്യം കാണുമ്പോൾ നമ്മൾ ആകെ പാനിക്കാവും. അയ്യോ, ഇങ്ങനൊരു ക്വസ്റ്റ്യൻ ഞാൻ ഇതുവരെ വായിച്ചിട്ടില്ലല്ലോ, ഇങ്ങനൊരു സാധനം ഞാൻ കണ്ടിട്ടില്ലല്ലോ എന്ന രീതിയിൽ പാനിക്കാവും. അങ്ങനെ പാനിക്കാവരുത്. നമ്മൾ പഠിച്ച കോൺസെപ്റ്റുമായി ബന്ധപ്പെട്ട ചോദ്യം തന്നെയായിരിക്കും അത്. 1-2 തവണ നിങ്ങളൊന്ന് ആലോചിച്ചാൽ നിങ്ങൾക്ക് അതിൻ്റെ ഉത്തരം കിട്ടും. ഓക്കെ, സോ ഡോണ്ട് പാനിക് ഇൻ ദ എക്സാം ഹാൾ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നിങ്ങൾ ടെൻസ്ഡ് ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആലോചിക്കാനുള്ള കഴിവ് കുറയുകയാണ് ചെയ്യാം. വളരെ വളരെ ശാന്തതയോടുകൂടെ ഇതെല്ലാം എനിക്കറിയാം എന്നുള്ള കോൺഫിഡൻസോടുകൂടി വേണം പരീക്ഷ എഴുതാനിരിക്കാൻ. അപ്പോൾ നിങ്ങൾക്ക് നല്ല മാർക്ക് ലഭ്യമാവും.